ഹായ് ഹലോ നമസ്കാരം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെനുവോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റവ ഉപ്മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ടിപ്സുകളോട് കൂടി നമ്മൾ ഈ ഒരു റവ ഉപ്മാവ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റവ ഉപ്മാവ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ. അപ്പോൾ ഫ്രൈ പാനിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉഴുന്നും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി തിന്നായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് കേട്ടോ. ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ തിരക്കിനിടയിൽ വിട്ടുപോയി. പച്ചമുളകും വറ്റൽമുളകും ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതും വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള പകുതി തിന്നായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളർ ആകുമ്പോൾ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ് ഇവിടെ വാങ്ങിക്കാറ്, എന്നാലും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഉപ്മാവ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് വെള്ളം തിളച്ചത് നമ്മൾ അല്പാൽപ്പമായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പ് റവയിലേക്ക് 1.5 കപ്പ് വെള്ളം നല്ല കറക്റ്റായിരിക്കും. നല്ലതായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു പിടി തേങ്ങ ചിരവിയതും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല വിട്ട് വരുന്ന പരുവത്തിലുള്ള ഉപ്മാവായിട്ട് കിട്ടും. പിന്നെ ഫോർക്ക് വെച്ചിട്ടൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫ്രൈ പാനകത്തേക്ക് തട്ടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലുള്ള മെറ്റൽ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനും മോള് മാത്രമുള്ള സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പുമാവൊക്കെ റെഡിയാക്കി എടുക്കാറുള്ളൂ. കാരണം ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ അത് ഇഷ്ടമുള്ളൂ, ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം തന്നെ ആളിവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങളതൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ 2 എഗ്ഗും കൂടെ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് 2 വിസിൽ വരുന്ന വിധത്തിൽ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഐസ് വാട്ടറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ അത് തണുത്തിട്ട് അതിൻ്റെ തൊലി നമുക്ക് പീൽ ചെയ്യണം. അതുകൊണ്ടാണ്, കാരണം രാവിലെ അറിയാമല്ലോ നല്ല തിരക്ക് പിടിച്ച സമയമല്ലേ. അപ്പോൾ പെട്ടെന്ന് അത് നമ്മൾ പീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞു പോകും മുട്ട. അപ്പോൾ അത് കാരണം നമ്മളത് ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നേന്ത്രപ്പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ പാനകത്തേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് അത് നീളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരവിയതൊക്കെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയതൊന്നും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് 2 ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ അടിവശത്തേക്കും നമ്മൾ നെയ്യൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് നെയ്യും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിന്നായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് പോയ പഴമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ തിന്നായിട്ടൊന്നുമല്ല ചോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ പഞ്ചസാര ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരവിയതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ട് ഫില്ലിങ് കൊടുത്തിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരവിയത് ചേർക്കുന്നില്ല, ജസ്റ്റ് പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോൾക്ക് സ്നാക്ക് ബോക്സിൽ ഇത് കൊടുത്തു വിടാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കിത് സ്നാക്ക് ബോക്സിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഷവർമ റോളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് സ്നാക്കായിട്ട്. അപ്പോൾ ഇന്നത്തെ മെനു ഇത്രയേ ഉള്ളൂ. ഇനി ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് പാത്രങ്ങളൊന്നും അധികം കഴുകാനൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതൊക്കെ കഴുകി നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. ഇനി അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചൺ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്ന് ഒരുപാട് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കണം. കുറച്ച് ബേബി ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളതാണ് കാണിക്കുന്നുള്ളൂ. അപ്പം ചെറിയ ചെറിയ കുട്ടി ഉടുപ്പുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നേരത്തെ പണി ഒരുങ്ങി കഴിഞ്ഞാൽ ഉറങ്ങാൻ ഒരുപാട് ടൈം കിട്ടില്ലേ, നിങ്ങൾക്ക് എന്തോ ഒരു സുഖമാണ് ഒരുപാട് ഉറങ്ങാനോ. ഞാനങ്ങനെ ഉറങ്ങി സമയം കളയുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ചെയ്യാനുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ബിസി ആയിട്ട് ഇരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ എനിക്ക് ബേക്കിംഗ് ഉണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടാണ് ടൈം യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ടാവും. എഡിറ്റിങ്ങിന് തന്നെ ഒരുപാട് ടൈം വേണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളും വെറുതെ ഉറങ്ങി നിങ്ങളുടെ സമയം കളയാണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഉഷാറാക്കി എടുക്കുക. അതൊക്കെ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഉടുപ്പുകൾ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വേണ്ടി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.